ജാബിർക്ക ഓക്കെ 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 ഞാൻ ലിങ്ക് ഓണാക്കാൻ മറന്നതേ. പോയി ഞാൻ ഹാളില് പോയപ്പോ ഹാളില് ഞാൻ ലിങ്ക് ഓണാക്കാൻ മറന്നു. നമ്മളെ ട്രെയിനർ എത്തിയില്ലേ? ട്രെയിനർ സൗമ്യ ഉണ്ടാവും. പേഴ്സണൽ ഒന്ന് മെസ്സേജ് ചെയ്യോ? സുഭാഷ്യൻ വിളിച്ചിരുന്നേ. കാണില്ലല്ലേ? ഇല്ല, എത്തിയിട്ടില്ല ആള്. കേറിയുണ്ടോ? ഇല്ല, ലിസ്റ്റില് കാണുന്നില്ല. സുഭാഷ് ചേട്ടനെ കാണുന്നില്ലല്ലോ. സൗമ്യ ട്രെയിനർ കയറിണ്ട്. രണ്ടായി കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. വെയിറ്റ് ചെയ്യണം അല്ലേ? The meeting in connection with the 7 a.m. morning drive of Zone 28 is hereby called to order. Welcome address. Justice Cyril to address the gathering. Thank you for the privilege. നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഡ്രൈവിന് വളരെ പ്രത്യേകതകളുണ്ട്. ഇന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സോൺ 28നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലോഡ്സ് നടക്കുകയാണ്. എല്ലാവരും ലോഡ്സിലേക്കുള്ള ലീഡേഴ്സ് എല്ലാം ലോഡ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ഡ്രൈവിന് നമ്മുടെ സെട്ടി ചിത്ര മാഡത്തിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 7 AM പ്രോഗ്രാമിനെ എത്ര ഗംഭീരമായി കൊണ്ടു നടക്കുന്ന ഹിഷാം ഹൈദർ സർ, സെട്ടി ട്രെയിനിങ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇന്നത്തെ ചെയർമാൻ ജാബിർ കുളയത്ത്, അതുപോലെ നമ്മളോടൊന്ന് സംവദിക്കാൻ എത്തിയിരിക്കുന്ന സൗമ്യ സുരേഷ് മേഡാണ്. വളരെ മികച്ച ഒരു സ്പീക്കറും ട്രെയിനറുമാണ് സൗമ്യ സുരേഷ്. അവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ JC നോൺ JC മെമ്പേഴ്സിനെയും ഇന്നത്തെ ഈ മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ചെയർമാൻ അഡ്രസ്. ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ട്രെയിനർ സൗമ്യ സുരേഷ്, അതുപോലെ തന്നെ നമ്മളെ ഈ സോൺ 28 മോർണിംഗ് ഡ്രൈവിന്റെ തുടക്കക്കാരൻ നമ്മുടെ ഡോക്ടർ, നമ്മുടെ സോൺ പ്രസിഡന്റ് ചിത്ര മാഡം, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ 37ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നല്ല നല്ല ട്രെയിനേഴ്സിലൂടെ ദിവസവും മാറി മാറി വരുന്ന ഓരോ ട്രെയിനറിലൂടെയും അവരിൽ നിന്ന് ലഭിക്കുന്ന പുതിയ അറിവുകൾ ഓരോ ദിവസവും നമുക്ക് നല്ല തുടക്കമാണ് തരുന്നത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ന് ട്രെയിൻ ചെയ്യുന്ന സൗമ്യ സുരേഷ്. ഇന്ന് നല്ലൊരു ട്രെയിനിങ് തന്നെ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിർത്തും. JCI be better, let's make a difference. Floor hand over to faculty. Thank you. Good morning all. Good morning all. Today is the first day of the rest of my life. Thank you to Zone 28 for giving me such a chance. ഇത്രയും നല്ലൊരു 7 AM മോർണിംഗ് ഡ്രൈവ് എന്ന പരിപാടിയിൽ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം.
അതിനായിട്ട് ആദ്യം ട്രെയിനിങ് ടീമിനോട് എന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ വെൽക്കം പറഞ്ഞ ജാബിർ സർ വളരെ നന്നായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. താങ്ക് യു സോ മച്ച് ജാബിർ സർ. കഴിഞ്ഞ മാസം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചായക്കടയില്, ബാലേട്ടന്റെ ചായക്കടയാണ്, ഫേമസ് ചായക്കടയാണ്. അപ്പൊ ചായക്കടയില് ബാലേട്ടൻ എന്നും ചെയ്യുന്ന പോലെ പരിപ്പുവടയ്ക്കുള്ള മാവ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ബാലേട്ടന്റെ പോക്കറ്റില് ബാലേട്ടൻ പാല് വാങ്ങിയതിന്റെ ബാക്കി 10 രൂപ പോക്കറ്റിൽ ഇട്ടിട്ടാണ് അതിനുള്ള മാവ് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ മാവ് തയ്യാറാക്കി ബാലേട്ടൻ സാധാരണ ചെയ്യുന്ന പോലെ പരിപ്പുവടയെല്ലാം തയ്യാറാക്കി ഭംഗിയുള്ള ചില്ലുകൂട്ടിൽ ഇതൊക്കെ അടുക്കി വെച്ചതിന് ശേഷം ആരോ അവിടെ ചായ കുടിക്കാൻ വന്നു. ചായ കുടിച്ചിട്ട് ബാക്കി പൈസ കൊടുക്കാനായിട്ട് പോക്കറ്റിൽ കൈയിട്ടപ്പോ ആ 10 രൂപ കാണാനില്ല. അപ്പൊ താഴെ വീണതായിരിക്കുമെന്ന് കരുതി ബാലേട്ടൻ അവിടെ മുഴുവൻ ആ 10 രൂപയ്ക്കായിട്ട് പരതി. പക്ഷെ ആ 10 രൂപ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ബാലേട്ടൻ ഒരു നിമിഷം ചിന്തിച്ചു, ആ 10 രൂപ എവിടെ പോയി കാണും. അപ്പോഴാണ് ബാലേട്ടന് ഒരു ചിന്തയുണ്ടായത്, ആ 10 രൂപ ഇനി വേറെ എവിടെയും പോയി കാണില്ല, എവിടെയായിരിക്കും, ആ മാവില് പെട്ടിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായും ഈ പരിപ്പുവട കഴിക്കുന്ന ആരെങ്കിലും ഈ 10 രൂപ വിഴിഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ച് ബാലേട്ടൻ ഒന്ന് ചിന്തിച്ചു പോയി. അപ്പോ വളരെയധികം ഒരു നിമിഷം ടെൻഷൻ അല്ലെ, എന്താണ്, ആർക്കാണ് ഇത് കിട്ടുക, എന്തായിരിക്കും അത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ചിന്തിച്ചു. ഉടനെ ബാലേട്ടൻ ഒരു ആശയം തോന്നുകയാണ്. ബാലേട്ടൻ ഒരു വെള്ള പേപ്പറില് ഇങ്ങനെ എഴുതി, ന്യൂ ഇയർ ഓഫർ. ഇന്നത്തെ പരിപ്പുവടയിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഒളിഞ്ഞിരിപ്പുണ്ട്, അത് കണ്ടെത്തി ചായക്കടയിൽ എത്തുന്ന ആൾക്ക് ഒരു പരിപ്പുവടയും ഒരു ചായയുമാണ് ഇന്നത്തെ സമ്മാനം. ഇതെഴുതി ബാലേട്ടന്റെ ചായക്കടയുടെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചപ്പോ എല്ലാവരും കൗതുകത്തോടെ ഇത് വാങ്ങിച്ച് പരിപ്പുവടയായിട്ട് തിരിച്ചുപോയി. ഈ പരിപ്പുവട തിരിച്ചു പോയി എല്ലാവരും വളരെ ശ്രദ്ധാലുവായിട്ടാണ് എന്താണ് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താനായിട്ട്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ തിരിച്ച് ചായക്കടയിലേക്ക് ദിവാകരേട്ടൻ ആ ഒരു പരിപ്പുവടയായിട്ട് വരികയാണ്. വളരെ സന്തോഷത്തോടെ ദിവാകരേട്ടൻ പറയാണ്, ബാല, എനിക്കിതാ ഈ 10 രൂപ കിട്ടി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അത് പൊക്കി പിടിച്ച് കാണിച്ച് തനിക്കുള്ള എക്സ്ട്രാ ഉള്ള പരിപ്പുവടയും ചായയായിട്ട് അവിടുന്ന് പോവുകയാണ്. അപ്പൊ അവിടെ ചായ കുടിക്കാൻ വന്ന വ്യക്തി ചോദിക്കുകയാണ്, ഇനി അടുത്ത ഓഫർ എപ്പോഴാണ്, എന്താണ് ഇനി അടുത്ത ഓഫർ എന്ന് വളരെ ആകാംക്ഷയോടുകൂടെ ചോദിച്ച് മടങ്ങുന്ന ഒരു കാഴ്ച കാണാനിടയായി. അപ്പൊ ഇത്തരം സാഹചര്യങ്ങള് നമ്മുടെ ലൈഫിലും നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവും. എന്താണ് ഒരു വിജയം നേടിയെടുക്കുക? വിജയം നേടിയെടുക്കാൻ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം എന്തൊക്കെയാണ്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തില് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. വിജയം നേടിയെടുക്കാൻ നമുക്ക് ആവശ്യമായത് എന്തൊക്കെയെന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? പ്ലീസ്. നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഹാർഡ് വർക്കിംഗ്. യെസ്, താങ്ക് യു ചന്ദ്രലേഖ മാം. കോൺഫിഡൻസ് പറഞ്ഞു, താങ്ക് യു. ദെൻ കോൺഫിഡൻസും ഹാർഡ് വർക്കും എല്ലാം ഉണ്ടെങ്കിൽ പോലും സക്സസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സപ്പോർട്ട് ഓഫ് അതർ പീപ്പിൾ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് മറ്റുള്ള ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് വിജയിക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ ലോമില് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ നമ്മുടെ ലോമിൽ പലപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി പ്രസിഡന്റ് ആവട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? 2 ഉത്തരങ്ങൾ നമുക്ക് പറയാം. ഒന്ന് പറയാം, ഹീസ് ദ ആപ്റ്റ് പേഴ്സൺ, അല്ലെങ്കിൽ ആ ആള് അതിന് യോജിച്ച വ്യക്തിയാണെന്ന് നമ്മൾ അഭിപ്രായപ്പെടും. പിന്നെ ഒന്ന് നമ്മൾ എന്താ പറയാ, അയാൾ എങ്ങനെ ഈ ലോകത്തിനെ ഈ ഒരു വർഷം കൊണ്ടുപോകും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്, അയാൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മളിൽ ചർച്ചകളിൽ വരും. യെസ് ഓർ നോ? അതെ. അപ്പൊ ഇപ്പൊ നമുക്ക് പറയാം, ഇവിടെ സിരി ബേബി സാർ ഉണ്ട്. സിരി ബേബി സാറോട് നമുക്ക് പറയാം, സിരി ബേബി സാറ്
പ്രസിഡന്റ് ആവട്ടെ എന്ന് പറയുമ്പോൾ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. യെസ്, സിരി ബേബി നല്ല ആളാണ്, ഇയാൾ പ്രസിഡന്റ് ആവട്ടെ എന്ന് പറയാം. ഇനി വേറെ ഷജീല മാഡത്തിന് പ്രസിഡന്റ് ആവട്ടെ എന്ന് പറയുമ്പോൾ ചിലർ പറയും ഷജീലയ്ക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഷജീല എങ്ങനെയാണ്, അങ്ങനെയുള്ള രണ്ട് തോട്ടുകൾ ഉണ്ടാവും. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് എങ്ങനെയാണ് നമ്മുടെ സക്സസ് മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതിനു വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മള് മറ്റുള്ളവരെ നല്ല ശരിയായ രീതിയിൽ മറ്റുള്ളവരെ അറിയാനായിട്ട് ശ്രമിക്കണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവരെ എങ്ങനെ ഇഷ്ടപ്പെടാം എന്നുള്ള രീതിയിൽ ഒരാള് നമ്മുടെ ഇഷ്ടപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് അവരുടെ ഒരു പ്രീതി പിടിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. നമ്മൾ എപ്പോഴും നമ്മുടെ പേര് വിളിക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട് അല്ലെ? ഇപ്പോ ഇവിടെ ചന്ദ്രിക മാഡം ഉണ്ട്. ചന്ദ്രിക മാം പറയൂ എന്ന് പറയുമ്പോൾ ചന്ദ്രിക മാമിന് ഉണ്ടാവുന്ന ഒരു ഫീൽ എന്താണ്? തീർച്ചയായും സന്തോഷമായിരിക്കും. സന്തോഷമാണ്. അപ്പൊ നമ്മള് ആളുകളെ അവരുടെ പേര് ഓർത്തു വെച്ച് അവരെ അവസരോചിതമായിട്ട് അല്ലെങ്കിൽ സന്ദർഭം വരുമ്പോൾ അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ട് അവരെ നമ്മൾ വിളിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവുന്നത്? ബി എ കംഫർട്ടബിൾ പേഴ്സൺ. നമ്മള് എപ്പോഴും നമ്മൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് എങ്ങനെയാണ്? നമുക്ക് കംഫർട്ടായിട്ട് തോന്നണമെങ്കിൽ നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറുള്ള ആളുകളായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, ഫീൽ ഫ്രീ. അതായത് നമ്മൾ അപ്രോച്ചബിൾ ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നണം അല്ലെ? അതായത് ആഡംബരമൊന്നും ഇല്ലാതെ വളരെ പ്ലീസിങ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. Then cultivate the quality of being interesting. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോ? കുറെ പേര് സ്മൈലി ഒക്കെ ഇട്ട് അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്തു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എല്ലാവരും ഇന്ന് വളരെയധികം സ്ട്രെസ്ഡും അല്ലെങ്കിൽ വളരെയധികം ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വേണ്ട ഒരു മൈൻഡ് സെറ്റ് ആണ് റിലാക്സിങ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ദ ക്വാളിറ്റി ഓഫ് ബീങ് ഇൻട്രസ്റ്റിംഗ് ആവുക എന്നുള്ളത്. അത് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ ചിരിക്കുക, നമ്മൾ സ്മൈൽ ചെയ്യുക, മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളെ കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്ത പോലെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. ചില ആളുകൾ വരുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, ചില ആളുകൾ അവിടുന്ന് പോകുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുക. അപ്പോ എങ്ങനത്തെ പേഴ്സൺ ആണ് നമ്മൾ വരുമ്പോൾ, ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ അവിടെ സന്തോഷമാണോ ഉണ്ടാവുന്നത്, അതോ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യുമ്പോഴാണോ സന്തോഷം ഉണ്ടാകുന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. ദെൻ നമ്മൾ ഒരു ബൗണ്ടറി വെക്കാതെ മറ്റുള്ളവരെ എന്ത് ചെയ്യുക? അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പലപ്പോഴും ഇങ്ങനെ പിശുക്ക് കാണിക്കാറുള്ള വ്യക്തികളാണ് നമ്മൾ എന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് മനസ്സ് അറിഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? തിങ്ക് ഓഫ് യുവർ സെൽഫ്. ഇല്ലെങ്കിൽ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദാറ്റ്. ഏതൊരു കാര്യം മറ്റുള്ളവർ ചെയ്താലും, ഈവൺ ഇഫ് സ്മോൾ തിങ്, ചിലർക്ക് അത് ചെറിയ കാര്യമായിരിക്കാം, വലിയ കാര്യമായിരിക്കാം, അതിന്റെ ചെറുതോ വലുതോ എന്ന് നോക്കാതെ അവരെ ടു ദ മാക്സിമം അപ്രീഷിയേറ്റ് അതേഴ്സ്. അപ്പോ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ കോൺഫിഡൻസ് ലെവൽ വിൽ ബി ഹയർ. അപ്പോ ഒരു ബൗണ്ടറി വെക്കാതെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. പിന്നെ നമ്മളൊരു ഗ്രൂപ്പിൽ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒരു കാര്യത്തിൽ ഒന്നാണ് അക്സെപ്റ്റ് ദ ഇൻഡിവിജ്വൽ ആസ് ഇറ്റ് ഈസ്. അല്ലെ? നമ്മളെപ്പോഴും നമ്മളാണ് ശരി, മറ്റുള്ളവർക്ക് കുറവുകളുണ്ട് എന്ന് നോക്കുന്നതിന് പകരം എന്താണോ ആ വ്യക്തി എന്തായിട്ടാണോ ഇരിക്കുന്നത് അതേ രീതിയിൽ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിലായാലും നമ്മൾ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. എന്റെ വധു ഇങ്ങനെ ആയിരിക്കണം,
ഇത്ര ഫെയർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന നടിയെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഷാറൂഖ് ഖാനെ പോലെ മസില്, അല്ലെങ്കിൽ രൺബീറിനെ പോലത്തെ ബോഡി, സിക്സ് പാക്ക്, അങ്ങനത്തെ കോൺസെപ്റ്റിലായിരിക്കും നമ്മൾ പോവുക. വൺസ് നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ വി ആർ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഇതല്ല റിയൽ ഫാക്ട്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ എന്താണ് ഒരു വ്യക്തി ആയിരിക്കുന്നത് അതേ രീതിയിൽ ആ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടാനും, നമ്മളാൽ ഇഷ്ടപ്പെടാനും, നമുക്ക് ഇഷ്ടപ്പെടാനും കഴിയും മറ്റുള്ളവരെ. അപ്പോ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങള്. അപ്പോ ലേൺ ടു റിമെമ്പർ നെയിംസ്, മറ്റുള്ളവരുടെ പേരുകൾ ഓർത്ത് സൂക്ഷിച്ചു വെച്ച് അവരെ നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അവരുടെ പേരുകൾ മെൻഷൻ ചെയ്ത് അവരിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിയണം ആസ് എ ലീഡർ, ആസ് എ പേഴ്സൺ. പിന്നെ ബി കംഫർട്ടബിൾ എന്ന് പറഞ്ഞു, ബി എ കംഫർട്ടബിൾ പേഴ്സൺ. നമ്മൾ ആഡംബരമില്ലാതെ വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി തീരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നമ്മൾ മാറിക്കഴിയും. കൾട്ടിവേറ്റ് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഇൻട്രസ്റ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് എന്നുള്ള ഫാക്ടർ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അത് നർമ്മം കൊണ്ടാവാം, നമ്മുടെ സ്നേഹം കൊണ്ടാവാം, നമ്മുടെ സ്മൈല് കൊണ്ടാവാം. സ്മൈല് നമുക്കറിയാം, നമ്മൾ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടെ ഇരിക്കുമ്പോൾ അത് എത്ര പോസിറ്റിവിറ്റിയാണ് നമുക്ക് തരുന്നത്. ആൻഡ് ഓൾസോ ദാറ്റ് ഇറ്റ് സ്പ്രെഡ്സ് ദ പോസിറ്റിവിറ്റി ടു അതേഴ്സ് ഓൾസോ. അപ്രീഷിയേറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ ഒരു ലിമിറ്റ് വെക്കാതെ, അവർ ചെയ്യുന്ന ചെറിയ വലിയ കാര്യങ്ങൾ എന്ന് നോക്കാതെ അവരെ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ അക്സെപ്റ്റ് ദ ഇൻഡിവിജ്വൽ ആസ് ഹി ഓർ ഷീ ഈസ്. എങ്ങനെയാണോ ഒരു വ്യക്തി, ആ രീതിയിൽ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിലുള്ള മാറ്റവും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കഴിവുകളിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെയാണ് അവർക്കുണ്ടാവുന്ന ഇഷ്ടം, അല്ലെങ്കിൽ അവർ നമ്മളോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പോ എല്ലാവർക്കും ഇത് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഫീൽ ചെയ്യാനും മറ്റുള്ളവരാൽ ഇഷ്ടപ്പെടാനും നമുക്ക് സ്വയം നമ്മളെ ഇഷ്ടപ്പെടാനും സാധിക്കട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. Thank you so much for the chance once again. Thank you Zone 28. Thank you 7am Drive. Thank you. താങ്ക് യു മാഡം. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാം? യെസ്, സൗമ്യ രാവിലെ തന്നെ യെസ്, ഹൗ ടു ബി സപ്പോർട്ടീവ് അല്ലെ, അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. മറ്റുള്ളവരെ നമ്മൾ എപ്പോഴും ആവശ്യം അതാണ്. നമുക്ക് ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നമുക്ക് ഒരാൾ വിചാരിച്ചാൽ, ഈ സൊസൈറ്റിയിൽ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഒരാള് മാത്രം ആയിട്ടുള്ള ഒരു ലൈഫ് ഇല്ല അല്ലെ. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെല്ലാവരും, സൊസൈറ്റിയിലുള്ള പലരും ചേർന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ എന്തായാലും രാവിലത്തെ കഥ മനോഹരമായി, എല്ലാരും എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. 10 രൂപയും ഒരു പരിപ്പ് വടയും അത് വളരെ വളരെ എല്ലാവർക്കും രാവിലെ തന്നെ ഒരു എന്താ പറയാ, ഒരു ചിരിക്കാനുള്ള ഒരു അവസരം, അതാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അല്ലേ. ചിരിക്കാൻ ആണ് പലപ്പോഴും ആൾക്കാർക്ക് അവസരം കിട്ടാത്തത്. അപ്പൊ ചിരിയിലൂടെ ആണ് ഇന്നത്തെ ഒരു സെഷന്റെ തുടക്കം. സോ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ഒരു ദിവസം എല്ലാവരുടെയും ആ ഒരു സ്മൈൽ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ നമ്മൾക്ക് സപ്പോർട്ടീവ് ആവാൻ എന്തൊക്കെ നമ്മൾ ഇനിയും മാറ്റങ്ങൾ സ്വയം നമ്മളിൽ വരുത്തണോ, ആ ചിന്ത, ഇന്നത്തെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ആലോചിച്ച് അതിൽ ഏതാണ് എനിക്ക് ഇനിയും ഞാൻ ചെയ്യാനുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിച്ച് നല്ല രീതിയിൽ നല്ലൊരു തോട്ടിലൂടെ നമുക്ക് ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു സൗമ്യ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. സൗമ്യ മാം. ഓക്കെ ഓക്കെ മാം പറഞ്ഞോളൂ. okay, thank you. It will be nice when people spoke from the heart. സൗമ്യയുടെ കേട്ടപ്പോ സൗമ്യ വളരെ എങ്ങനെയാണ് സൗമ്യ എന്നുള്ള വ്യക്തി അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ ട്രെയിനിങ് അതുകൊണ്ട് തന്നെ വളരെ ഗംഭീരായി, ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ല. താങ്ക് യു സോ മച്ച് സൗമ്യ. താങ്ക് യു. സൗമ്യ വളരെ നന്നായിട്ടുണ്ട്. JFS നിഖിൽ കൊടിയത്തൂർ ഫ്രം പാലക്കാട്. ഓക്കെ സൗമ്യ മാം,
Good morning, madam. Myself Junais from JC Nilambur. ഗുരു നിത്യ ചൈതന്യ എഴുതിയുടെ ഒരു വാക്കുണ്ട്, എനിക്ക് ഞാനാവാനേ കഴിയൂ, എനിക്ക് വേറൊരാളാവാൻ കഴിയില്ല. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ യുണീക്നെസ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിൽ കമ്പാരിസൺ എന്നുള്ള കാര്യം ഒഴിവാക്കിയാൽ വളരെ ഉപകാരത്തിലാവും എല്ലാവർക്കും. നമ്മൾ ഓരോരോ വ്യത്യസ്തമായ സ്ക്രിപ്റ്റ് ആണ് എന്നാണ് ഇപ്പൊ മാഡം ബോധ്യപ്പെടുത്തി തന്നത്. ഓരോരുത്തർക്കും ഓരോ സ്ക്രിപ്റ്റ് ആണ്, അതിനനുസരിച്ചിട്ടുള്ള ജീവിതമാണ് മുന്നോട്ട് പോണത്. അപ്പൊ ഇത് നമ്മളുടെ പിന്നെ മാഡം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വീടുകളിലും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതായത് മക്കൾ തമ്മിലുള്ള കമ്പാരിസൺ, നമ്മൾ ഒരാളിൽ നിന്ന് മറ്റേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ലൈഫ് കുറെ കൂടെ മനോഹരമാവും. താങ്ക് യു മാഡം. നല്ല ഇതായിരുന്നു. ഓക്കെ. Yes, sir. സൗമ്യ മാം, Yes. വണ്ടർഫുൾ സെഷൻ. Thank കാരണം you. സൗമ്യ Thank മാമും you so much. ഞങ്ങളൊക്കെ ഒരുമിച്ച് സ്പീച്ച് ക്രാഫ്റ്റ് കഴിഞ്ഞ ആളുകളാണ്. ഇന്നത്തെ ആ ഒരു വിഷയത്തിനോട് സൗമ്യ മാം എപ്പോഴും നീതി പുലർത്താറുണ്ട് എന്നുള്ളത് എനിക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. കാരണം 3 ദിവസമായിട്ട് ഞങ്ങളെ ഓരോ മെമ്പേഴ്സിനെയും നന്നായിട്ട് ഈ പറഞ്ഞ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും അപ്രിസിയേഷൻ കൊടുക്കാനൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് സൗമ്യ മാം. പിന്നെ ഇന്നത്തെ ആ ഒരു കഥ ശരിക്ക് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക എന്നുള്ളത് ആ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. വണ്ടർഫുൾ, നല്ല രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റി. മാത്രമല്ല ആ ഒരു പ്രസന്റേഷന്റെ ആ ഒരു എന്താ പറയാ ഒരു പക്വതയിലേക്ക് സൗമ്യമായി എത്തി എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്നിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയതിൽ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. Thank you, Naufal sir. ഫുൾ സാർ അല്ല പറഞ്ഞത്, ലത്തീഫ് സാറാണ് പറഞ്ഞത്. Sorry. Thank you, Latif sir. Thank you. ഏതായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും ലത്തീഫ് സാർ പറഞ്ഞു. ഞാനിങ്ങനെ ആ ZTWSലെ 4 ദിവസങ്ങളിലൂടെ അങ്ങനെ കടന്നു പോയി. ശരിക്കും ഈ സൗമ്യ മാം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോഴ് ശരിക്കും എനിക്ക് എന്റെ ഒരു പെങ്ങളെ പോലെയാണ്, ശരിക്കും ഒരു പെങ്ങളെ പോലെയാണ് ആ 4 ദിവസം എന്നോട് ബിഹേവ് ചെയ്തത് സൗമ്യ. എനിക്ക് നല്ല സന്തോഷമുണ്ടായിരുന്നു. എന്നെ അത്രയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പ്രൊഫഷണൽ സോൺ ട്രെയിനറായിട്ട് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ ഉള്ളത്. ഇന്നത്തെ ഈ 4 പോയിന്റുകൾ വളരെ ചിന്തിപ്പിക്കുന്ന 4 കാര്യങ്ങളായിരുന്നു. ശരിക്കും നമ്മളാവാൻ പോകുമ്പോഴാണ്, നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുക എന്നുള്ള നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. Thank you so much, Naufal sir. Thank you. ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? Yes, sir. Welcome. ഓക്കെ, താങ്ക് യു. എന്റെ പേര് കബീർ ഫാഹി. ഞാൻ JC തിരൂരിലൊരു മെമ്പറാണ്. ശരിക്കും നല്ലത് കുറച്ച് മതി എന്നാണ് പറയാ. അപ്പൊ വല്ലാതെ കുറഞ്ഞു പോയോ എന്ന് ചെറിയൊരു സംശയം. ഒന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും നമ്മുടെ സെഷൻ തീർന്നു പോയ പോലെ തോന്നി. വളരെ ഭംഗിയുള്ള പ്രസന്റേഷൻ, നല്ല ഭംഗിയായിട്ട് സംസാരിച്ചു. നല്ല പോയിന്റ്, വളരെ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ്. പ്രത്യേകിച്ച് എനിക്ക് അതിലൊരു ആക്സെപ്റ്റ് ആസിറ്റീസ് എന്ന് പറയുന്ന ഒരു ആക്സെപ്റ്റ് ഇൻഡിവിജ്വൽ ആസിറ്റീസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വളരെ റെലവെന്റ് ആയിട്ട് തോന്നി. കാരണം പലപ്പോഴും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ബന്ധങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ തന്നെ മറ്റുള്ളവരിൽ പ്രതീക്ഷിക്കുമ്പോഴാണ്. നമ്മൾ എങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ റെസ്പോണ്ട് ചെയ്യണം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം എന്നൊക്കെ നമ്മളെ മറ്റുള്ളവർ കാണാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ എന്താ പറയാ റേസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ ആക്സെപ്റ്റ് ആസ് ഇറ്റ് ഈസ്, അതായത് അവരെങ്ങനെയാണോ അങ്ങനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തുടർന്നും വലിയ ഭാവിയുള്ള ഒരു ട്രെയിനറാണ്. ഇപ്പൊ പ്രൊഫഷണൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും JCയിൽ ഒരു പ്രോമിസിങ് ട്രെയിനറാണ്. ഇതുപോലെ നല്ല സെഷൻസ് ഒരുപാട് അവതരിപ്പിക്കാനും നന്നായി പ്രസന്റ് ചെയ്യാനും കഥയൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പറഞ്ഞ ആളുകളുടെ ഉള്ളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു മാഡം വളരെ ആസ്വദിച്ച് ചിരിക്കുന്നതും കണ്ടു. അപ്പൊ നമുക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ ഒരുപാട് വളരട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയുണ്ട്. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു വെരി മച്ച്. Thank you so much, Kabir sir. Thank you. ഇനി ആരെങ്കിലും? ഓക്കെ, നമുക്ക് ക്ലോസ് ചെയ്യാം. എന്തായാലും സൗമ്യ മാഡം വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സെഷൻ അവതരിപ്പിച്ചു. നമ്മളെ ചായക്കടയിൽ പരിപ്പുവടയും നല്ലൊരു കോമഡിയിൽ തന്നെ തുടങ്ങി. നല്ല സെഷനായിരുന്നു. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും നമ്മളെ ഇൻട്രസ്റ്റിംഗ് ടോക്കും ഒക്കെ നല്ല സെഷനിലൂടെ തന്നെ നമ്മൾ ഏതൊരു സെഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു മാഡം. ഞാൻ ക്ലോസ് ചെയ്യാണ്, ക്ലോസിംഗ് സെറമണി കിടക്കുകയാണ്. നമുക്ക് ഇന്ന് ഏറ്റവും നല്ല ട്രെയിനിങ് തന്ന, വളരെ ഭംഗിയായി
നല്ലൊരു സ്റ്റോറിയിലൂടെ തന്നെ തുടങ്ങി നല്ലൊരു സെഷൻ തന്ന സൗമ്യ മാഡത്തിന് ജെസിയുടെ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം അമരക്കാരൻ എന്ന് പറയാം, നമ്മള് ഡോക്ടർ ഹിഷാം ഹൈദർ, അതുപോലെ ഇന്ന് പിന്നെ വെൽക്കം ചെയ്ത സിറിൽ, നമ്മുടെ സോൺ പ്രസിഡന്റ് ചിത്ര മാഡം, എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ജെസി സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ജെസി, ബി ബെറ്റർ, ലെറ്റ്സ് മേക്ക് എ ഡിഫറൻസ്. ദ മോർണിംഗ് ഡ്രൈവ് ഓഫ് ഒറ്റൊരു നിങ്ങളുടെ പെർമിഷനോട് കൂടി ഒറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മള് Okay, madam, പറയൂ. ഉസ്മാൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കാണുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് അദ്ദേഹം ഒന്ന് എന്നെ പേഴ്സണലി എന്റെ നമ്പറിൽ ഒന്ന് വിളിച്ച് നമ്പർ തന്നാൽ നന്നായിരുന്നു. ഉസ്മാൻ ഇവിടെ സമയം 10 മണിയായി, മലേഷ്യയിലാണ്. അപ്പൊ രാവിലെ ഷോപ്പ് 6:30 തുറക്കും. എപ്പോഴും കാണുമ്പോ ഒരു ദിവസം പൊറോട്ട ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും പല പല പണിക്കാരില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ തട്ടുന്ന തുടങ്ങണ്ടേ. എനിക്കൊന്ന് ആളോട് പേഴ്സണലി സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഒന്ന് നമ്പർ തന്നാൽ നന്നായിരുന്നു. 011 എന്താണ് നമ്പർ? ഒന്ന് പറയൂ. നമ്പർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് മാഡം. ഓക്കെ. താങ്ക് യു ചെയർമാൻ, താങ്ക് യു. Okay, thank you. The morning drive of Zone 28 hereby adjourned. Thank you.